സഹിൻ, ഇപ്പോൾ മന്ത്രി പി രാജീവിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. MLA-യുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് പറയുന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. നിലവിലെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? മെഡിക്കൽ ബുള്ളറ്റിൻ നമുക്ക് എത്ര മണിയോടെ പ്രതീക്ഷിക്കാം? നിലവിലെ സാഹചര്യം എന്താണ്? സേതു, അതായത് ഒരു 11 മണിയോട് കൂടിയായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുക. എന്തായാലും ഇതൊരു ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഉമാ തോമസ് MLA-യുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയൊരു പുരോഗതി ഉണ്ടെന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾക്ക് ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഹീമോഗ്ലോബിനിൽ വലിയ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് തന്നെ രക്തസ്രാവം കാര്യമായിട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്കാര്യങ്ങൾ രക്തസ്രാവം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് വലിയ ചികിത്സ കൊടുക്കേണ്ടി വരുന്നില്ല. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ശസ്ത്രക്രിയയുടെ ആവശ്യം നിലവിലില്ല എന്ന് തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി 24 മണിക്കൂർ കഴിയാതെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഡോക്ടർമാർക്ക് വിട്ടുപറയാൻ കഴിയുകയില്ല. CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ CT സ്കാൻ മാറ്റിവെച്ചിരുന്നു. ആ സമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. അല്പനേരം മുൻപ് CT സ്കാൻ നടത്തി എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. എന്തായാലും പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ആരോഗ്യനിലയിൽ നേരിയ ഒരു പുരോഗതി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ക്ഷമിക്കണം, തലച്ചോറിനെ എത്തിക്കുന്ന ക്ഷതം അത് തന്നെയാണ് കാര്യമായി MLA-യുടെ മുന്നോട്ടുള്ള പോക്കിനെ കാര്യമായി ബാധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തലച്ചോറിനെ എത്തിക്കുന്ന ക്ഷതം അത് എത്ര നാൾ കൊണ്ട് അത് റിക്കവർ ചെയ്യാൻ കഴിയുമെന്ന് ഡോക്ടർമാർക്ക് ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. നിലവിലെ സ്ഥിതിയിൽ 8 പോയിന്റിൽ താഴെ മാത്രമാണ് നിൽക്കുന്നത്. അത് ഉയർന്നു വന്നാൽ മാത്രമേ പെട്ടെന്നൊരു റിക്കവറി ആവശ്യമാണോ ആവശ്യമാകൂ അല്ലെങ്കിൽ നടപടിയാകൂ എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റൊന്ന്, വാരിയലിനേറ്റ ക്ഷതമാണ്. വാരിയലിൻ്റെ ക്ഷതത്തിൽ കാര്യമായി തന്നെ ക്ഷതമുണ്ടായിട്ടുണ്ട്. രക്തം കട്ടകെട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അകത്തുണ്ടായിരുന്ന രക്തസ്രാവം ഏറെക്കുറെ നിന്നിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇനി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ 11 മണിയോടുകൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ സമയത്ത് മാധ്യമങ്ങളെ ഡോക്ടർമാർ കാണുമെന്നും പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാൻ കഴിയുകയില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി നിലനിൽക്കുമ്പോൾ തന്നെ അല്പനേരം മുൻപ് മാധ്യമങ്ങളെ കണ്ട പി രാജീവ് പറയുന്നത് ഈ പരിപാടിയിൽ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ അനുമതി ഈ പരിപാടിക്ക് തേടിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി തന്നെ പുറത്തു വരികയാണ്. അതായത് സംസ്ഥാനത്തെ ഒരു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പോലീസ് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 12,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോലീസിന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേൾക്കേണ്ടി വരിക. മാത്രമല്ല, ഈ ഗുരുതരമായ വീഴ്ച വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആ അപകടത്തിലേക്ക് പോയത് പോലീസിൻ്റെയോ രഹസ്യ പോലീസിൻ്റെയോ ഒരു പരിശോധനയും യാതൊരു വിധത്തിലുള്ള അനുമതിയും അവിടെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും. കൂടാതെ ഈ കുട്ടികളിൽ നിന്നും വ്യാപകമായ പണപ്പിരിവുണ്ടായിട്ടുണ്ട്. 2,000 രൂപയാണ് ഒരു കുട്ടിയിൽ നിന്നും പിരിച്ചിരിക്കുന്നത്. അങ്ങനെ 12,000-ഓളം കുട്ടികളിൽ നിന്നും 2,40,00,000-ലധികം രൂപ പിരിച്ചിട്ടുണ്ട്. ഈ പരിപാടി കാണാനെത്തുന്ന ആളുകളിൽ നിന്നും 140 മുതൽ 300 രൂപ വരെയാണ് പിരിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല, വസ്ത്രവ്യാപാരശാലയുടെ അടക്കം പരസ്യങ്ങളും തേടിയിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായൊരു പണപ്പിരിവ് ഇതിൽ സംഘാടകർ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. മന്ത്രി പി രാജീവ് പറഞ്ഞത്, ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് പരാതി നൽകാം. കൂടാതെ ഈ പോലീസ് വ്യാപകമായ ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ നടത്തും എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഉമാ തോമസ് ഈ വീഴ്ച അല്ലെങ്കിൽ ഉമാ തോമസിന് ഈ അപകടമുണ്ടായ ഒരു പരിപാടി അത് യാതൊരു വിധത്തിലുള്ള അനുമതിയുമില്ലാതെ നടത്തിയ പരിപാടിയാണ്. മാത്രമല്ല, വ്യാപകമായ പണപ്പിരിവ് ഉണ്ടായ പരിപാടിയാണ്. വ്യാപകമായ തട്ടിപ്പ് ഇതിൻ്റെ പിറകിൽ നടത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ഇതൊരു സർക്കാർ പരിപാടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പണപ്പിരിവുണ്ടായത്. കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ്, ആ റെക്കോർഡിൽ ഇവർ ഇടം പിടിക്കുമെന്ന് 2,000 രൂപയ്ക്ക് ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡാണ് കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഒരുപക്ഷെ നർത്തകരായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്ന അതിമനോഹരമായ
ഒരു വാഗ്ദാനം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ വീണുപോയതിൽ നമ്മൾക്ക് തെറ്റു പറയാൻ കഴിയുകയില്ല. എന്തായാലും അത് സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് പരാതി നൽകാമെന്ന് തന്നെയാണ് മന്ത്രി പി രാജീവ് പറഞ്ഞിട്ടുള്ളത്. പോലീസും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടിമുടി അപാകതകളുള്ള ഒരു പരിപാടിയായി തന്നെയാണ് ഇതിനെ സർക്കാരും പോലീസുമെല്ലാം ഇപ്പോൾ വിലയിരുത്തുന്നത്. ശരി സഹിൻ, നമ്മൾ ഈ സംസാരിച്ചത് പോലെ തന്നെയാണ് മന്ത്രി MLA ഉമാ തോമസ് വീണതിനു പിന്നാലെ, ആ ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് മൊത്തത്തിൽ തട്ടിപ്പ് പരിപാടിയാണ് ഇത് എന്നുള്ള വാർത്തകളാണ്. ഈ മന്ത്രിയെയും ജനപ്രതിനിധികളെയും സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് കുട്ടികളിൽ നിന്നും വ്യാപകമായി പണപ്പിരിവ് നടത്തിക്കൊണ്ട് നടത്തിയ തട്ടിപ്പ് പരിപാടി, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപകടമുണ്ടായ സ്റ്റേജ് നിർമ്മിച്ചത് പോലും അനുമതിയില്ലാതെ എന്നാണ് GCDA അധികൃതർ പറയുന്നത്. ISL മത്സരങ്ങളുടെ നിബന്ധനകൾ പ്രകാരമായിരുന്നു ഈ പരിപാടിക്കും സ്റ്റേഡിയം അനുവദിച്ചത്. സുരക്ഷാ വീഴ്ച GCDA അധികൃതർ പരിശോധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു.